സ്വർഗവുമായി കണക്ട് ചെയ്യുവാൻ താല്പര്യം തോന്നുന്നത് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ ഒരു നിമിഷം കഥാവിനെ സ്തുതിപ്പാൻ Something
Jesus. Father, Holy Ghost. അക്കരകൾ സ്വർഗ്ഗത്തിലേക്ക് ചില സത്യങ്ങൾ ഈ ജനത്തെ ഈ സഭയെ അവരുടെ കരകളിൽ ഏൽപ്പിക്കുന്നു. ഇതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നു അവരുടെ അഭിഷേകത്തിന് ചിലത് ചെയ്യാൻ അവരുടെ സാഹചര്യത്തിന് ചിലത് ചെയ്യാൻ കഴിയും. ഭാരത്തോടെ വന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ഒരു കല്ല് ഉരുണ്ട് മാറുമെന്ന് തോന്നി. ഭാരങ്ങൾ മാറട്ടെ. രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മൃഗങ്ങൾ ഹൃദയപ്പെടട്ടെ. സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. അടയപ്പെട്ട വാതിലുകൾ ഈ ജനത്തിന്റെ മേൽ തുറന്നു വരട്ടെ. അവർ പ്രതീക്ഷിക്കാത്ത ഉയർച്ചകൾ സംഭവിക്കട്ടെ. നന്മകൾ ഉണ്ടാകട്ടെ. Oh glory, oh power, oh to you Lord. മുഴുവനും മുഴുവനും മുഴുവൻ സ്തുതിയും ശക്തിയും ധനവും അങ്ങേക്ക്. In Jesus name ജനം ഒരുമിച്ച് ആമേൻ എന്ന് പറഞ്ഞാട്ടെ. Amen. Amen. Hallelujah. സന്തോഷത്തോടു കൂടെ ഇരുന്നാട്ടെ. Hallelujah. ഇന്ന് പകരം നിങ്ങളുടെ കൂടെ ഞാനായിരിക്കുമ്പോൾ സ്വർഗം വലിയ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുക. Hallelujah. വിശ്വസിക്കുന്നവരാൽ Hallelujah. ഈ അത്ഭുതങ്ങൾ ഉണ്ടാകാമെന്ന്. Hallelujah. ഗസ്റ്റ് പ്രീച്ചർ ഗസ്റ്റ് പാസ്റ്റർ എന്തൊക്കെയോ മാജിക് ചെയ്തിട്ടല്ല അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്ന ഒരുവരുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ ഇതിനകത്ത് തുറക്കും. Hallelujah. Hallelujah. കർത്താവ് ധന്യമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ബിജു സി ബേബി. എൻ്റെ സ്വദേശം തൃശ്ശൂരാണ്. വളരെ യാദൃച്ഛികമായി കഴിഞ്ഞ ദിവസം എനിക്ക് പ്രിയ കർത്താവിൻ്റെ അഭിഷേകദാസിൻ്റെ മൂത്ത ബ്രദറിനോട് കൂടെ ആയിരിക്കാൻ സ്വർഗം എന്നെ സഹായിച്ചു. ആ ഒരു കണക്ഷനാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. ഞാനിവിടെ വന്നപ്പോൾ ചില മിനിറ്റുകൾ കർത്താവിൻ്റെ അഭിഷേകദാസനുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിന് എന്തോ ഒന്ന് എന്നെ പഠിപ്പിക്കുവാനുണ്ട്, എന്നിൽ പകരുവാനുണ്ട്, ഞാൻ പ്രാപിപ്പാനുണ്ട് എന്ന് എനിക്ക് തോന്നുവാനുണ്ടായത്. ഹല്ലേലൂയ. ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടെ നിങ്ങളെപ്പോലെ തന്നെ ആയിരിക്കുന്നു. ഞാൻ ഈ വചനം സംസാരിക്കുന്ന ഈ ഒരു മണിക്കൂറിൽ നിങ്ങൾ പ്രതീക്ഷയോടുകൂടെ പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പ്രതീക്ഷയോടുകൂടെ ആയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രതീക്ഷ വിശ്വാസത്തിന്റെ അടയാളമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വിശ്വാസം നിങ്ങളിൽ അത്ഭുതത്തിന്റെ ഒരു ചാനലുമായി കണക്ട് ചെയ്യും. ഹല്ലേലൂയ. 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 ഈ ചാനലിലൂടെ അത്ഭുതങ്ങൾ പ്രാപിക്കുക. പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. കർത്താവ് എനിക്ക് ഒരു വചനം തന്നിട്ടുണ്ട്. ഈ വചനം എങ്ങനെ പ്രസംഗിക്കണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കളവ് പറയുന്ന പോലെ തന്നെ ആയിരിക്കും. പക്ഷെ എനിക്ക് അറിയുന്ന പോലെ പ്രസംഗിക്കണ്ട എന്ന് ഞാൻ കർത്താവ് പ്രൈസ് ദി ലോർഡ്. ഞാൻ കൂടുതൽ വേർഡ് ഇങ്ങനെ ഭയങ്കരമായി മെഡിറ്റേറ്റ് ചെയ്ത് നോട്ട് ചെയ്ത് ദൈവം സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ എഴുതി വെച്ച് അതിങ്ങനെ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യുവാൻ ഭയങ്കരമായി കോൺഷ്യസ് ആയിരിക്കുക, ശ്രദ്ധ വയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അത് ചെയ്യുമ്പോൾ ചില സമയത്ത് അതിൻ്റെ ഇടയിലൊക്കെ ദൈവത്തിന് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ മിസ് ചെയ്യപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യത്തിലാണ്. അതുകൊണ്ട് ദൈവം തന്നെ വചനം ചെയ്യും. അതിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. എന്തോ ഒന്ന് ഒരു പാക്കേജ് ഞാനിങ്ങനെ കവർ ചെയ്ത് കൊണ്ടുവന്നത് നിങ്ങളുടെ മുന്നിൽ പൊട്ടിച്ച് ഞാൻ തന്നെ നിങ്ങൾ അപ്പുറമായിട്ട് പരിശുദ്ധാത്മാവ് അത് നിങ്ങളുടെ മേൽ പൊട്ടിച്ച് തരട്ടെ. പരിശുദ്ധാത്മാവിനെ അൺഫോൾഡ് ചെയ്യുമ്പോൾ പൊട്ടിച്ച് തരുമ്പോൾ തുറന്നു തരുമ്പോൾ ഞാൻ ഒരു വ്യക്തിയുടെ മേൽ കൈവയ്ക്കേണ്ട പരിശുദ്ധാത്മാവ് അങ്ങോട്ട് വന്ന് കൈവയ്ക്കും. ഇന്ന് ഞങ്ങളുടെ പേര് വിളിക്കുന്നില്ലായിരിക്കാം, ഞങ്ങൾ നിങ്ങൾ കാണുന്നില്ലായിരിക്കാം. പക്ഷേ എന്റെ കരത്തിൽ എന്റെ ആഭരണത്തിൽ പരിശുദ്ധാത്മാവ്
Jesus. Hallelujah. നിങ്ങളുടെ വിശുദ്ധ വേദപുസ്തകം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. പ്രവാചക ശിഷ്യന്മാർ എലീശയോട്, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു എന്ന് നീ കാണുന്നുവല്ലോ. ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തർ ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിന് ഒരു സ്ഥലം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. പോകുവിൻ എന്ന് അവൻ പറഞ്ഞു. അവരിൽ ഒരുത്തൻ ദയ ചെയ്ത് അടികളോട് കൂടെ പോരണമേ എന്ന് അപേക്ഷിച്ചതിന് പോരാം എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ അവൻ അവരോടുകൂടെ പോയി. അവർ യോർദാനിൽ എത്തി മരം മുറിച്ചു. എന്നാൽ ഒരുത്തൻ മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം, യജമാനനെ അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു. അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. അവൻ ഒരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. അത് എടുത്തുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ കൈ നീട്ടി അതെടുത്തു. ഹല്ലേലൂയ. എത്ര പേര് ഈ വചനം മുൻപ് വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്? കരങ്ങൾ ഉയർത്താത്തത് ഒരുപക്ഷെ വായിക്കാത്തത് കൊണ്ടല്ല, കേൾക്കാത്തത് കൊണ്ടല്ല എന്ന് ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വചനം അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ വചനമായിട്ട് നിൽക്കുമ്പോൾ എൻ്റെ അകത്തൊരു ചെറിയ കൺഫ്യൂഷനായി. ഞാനിങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ എല്ലാം പുതിയ നിയമ വചനങ്ങളാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ചു, കർത്താവ് പഴയ പുസ്തകം വായിക്കുകയും പ്രസംഗിക്കുകയൊന്നും ചെയ്യത്തില്ല. ഇവിടെ ശരിയൊരു ഡൗട്ട് എൻ്റെ അകത്തേക്ക് ഞാനങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സദൃശവാക്യങ്ങൾ ആ മോഹം ഇവിടെ വായിച്ചപ്പോൾ എൻ്റെ അകത്ത് ഓക്കെ എനിക്ക് തോന്നി അപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നി. എങ്കിലും പുതിയ നിയമ ശുശ്രൂഷ നമ്മെ ഫലം പ്രൈസലോ, അതാണ് നാം ചെയ്യുന്നത്. പക്ഷെ പഴയ നിയമത്തിലും നമുക്കുള്ള തോതുകൾ അതാണ് അത് നമ്മുടെ കരങ്ങളിൽ സ്വർഗം ദൈവശാസ്ത്രീയമായിട്ട് നമ്മുടെ കരങ്ങളിൽ നൽകുന്നത്. പ്രൈസലോ, ഹല്ലേലൂയ. അതെങ്കിലും ഈ വചനം വായിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ഞാൻ അവരോട് വളരെ ബ്രീഫായിട്ട് ഒരു കഥ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്ന പോലെ ഞാനത് പറയുവാൻ ആഗ്രഹിക്കുന്നു. പ്രവാചകനായ എലീശയുടെ ഗ്രൂപ്പ് പ്രവാചക സ്കൂൾ, അവിടെ പ്രവാചക ശിഷ്യന്മാർ പ്രവാചകനായ എലീശയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ താമസിക്കുന്ന സ്ഥലം ഭയങ്കര ചെറിയതായതുകൊണ്ട്, വളരെ ഇടുക്കമായതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്ന് റീബിൽഡ് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യും, വലുതാക്കണം, അതിന് അനുവാദം തരണം എന്ന് പ്രവാചകൻ അനുവാദം തന്നിരിക്കുന്നു പറഞ്ഞു. യോർദാൻ എന്ന് പറയുന്ന നദിയുടെ കരയിൽ ഒക്കെ ചെന്ന് അവിടെ നിന്ന് മരങ്ങൾ, അക്കാട്ടിൽ നിന്ന് മരങ്ങൾ മുറിച്ചു കൊണ്ടുവരുവാൻ പോയി. ആ മരം മുറിക്കുമ്പോൾ കോടാലി ഒരു പ്രവാചക ശിഷ്യന്റെ കയ്യിൽ നിന്ന് തൊട്ടടുത്തുള്ള വെള്ളത്തിൽ നദിയിൽ, വളരെ ആഴമുള്ള ഒരു നദിയിൽ വീണു. അത് വായ്പ വാങ്ങിയതായതുകൊണ്ട് പുള്ളിക്ക് ഭയങ്കരമായ മാനസിക വിഷമം ഉണ്ടായി. അവൻ പ്രവാചകനെ വിളിച്ചു, കാര്യം പറഞ്ഞു. പ്രവാചകൻ ഒരു ചെറിയ ചുള്ളിക്കാമ്പ് വെട്ടി അതിലോട്ട് എറിഞ്ഞ് ആ ഇരുമ്പ് മഴു വെള്ളത്തിൽ പൊന്തി വന്ന് അത് തിരിച്ചു പിടിച്ചു. ഹല്ലേലൂയ. ഇതാണ് ഈ സ്റ്റോറി. പ്രൈസ് ജീസസ്. അറിയാത്തവർക്കും കുഞ്ഞുങ്ങൾക്ക് ഇത് മനസ്സിലായി കാണണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇതിൻ്റെ അകത്ത് ഒരു നല്ലൊരു ദൂത് പരിശുദ്ധ ആത്മാവ് എനിക്ക് നൽകി തന്നത് കൊണ്ടാണ് നിങ്ങളുമായിട്ട് പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. ദൈവത്തിനെ
അല്പം കൊണ്ടും അധികം കൊണ്ട് ചെയ്യും. ദൈവത്തിന് വലിയ പ്രവാസികളുടെയും ചെറിയ പ്രവാസികളുടെയും ഭയങ്കര ഫെയിമായിട്ടുള്ള അപ്പോസ്തലരുടെയും അത്ര ഫെയിമല്ലാത്ത സാധാരണ ഒരു സുവിശേഷങ്ങളുടെയൊക്കെയും അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് പകലിൽ സ്വർഗം ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഈ വായിച്ചപ്പോൾ എൻ്റെ അകത്ത് ഒരുപാട് ചിന്തകൾ, ഒരുപാട് ആശയങ്ങൾ കടന്നു വന്നു. ഒന്ന്, ഞാൻ ഈ ഒരു പാസേജ് വായിച്ചപ്പോൾ എൻ്റെ അകത്ത് കടന്നു വന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, കർത്താവേ, ഈ പാസേജ് ഒരു പൂർണ്ണതയുള്ള ഒരു പാസേജ് അല്ല. ഇത് ഒരു സ്ഥലത്ത് തുടങ്ങി വേറൊരു സ്ഥലത്ത് ഇത് അവസാനിക്കുന്നു. ഇങ്ങനെ ഒരു വിഷയം സ്റ്റാർട്ട് ചെയ്തിട്ട് വേറൊരു വിഷയം അതിനകത്ത് കയറി വന്ന് സ്റ്റാർട്ട് ചെയ്ത വിഷയത്തെ കുറിച്ച് ഈ പാസേജ് പിന്നെ പറയുന്നില്ല. എങ്ങനെ ഡയഗ്രസ് ചെയ്തോ തെന്നി മാറി വേറെ ഒന്നിലേക്ക് പോയി ഈ ഒരു പാസേജ് അവസാനിക്കുന്നത് ഞാൻ കാണുവാനിടയായിരുന്നു. അപ്പൊ എല്ലാവർക്കും ദൈവിക പദ്ധതി ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ, ഇവർ മരം മുറിച്ച് വീട് റീസ്റ്റോർ റീബിൽഡ് ചെയ്യുവാൻ ആഗ്രഹിച്ചു വന്നു. പക്ഷെ മരം മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്റ്റോറി വേറെ ഒന്നിലേക്ക് ടെസ്റ്റ് ചെയ്ത് നഷ്ടപ്പെട്ടു പോയ മഴവിനെ കുറിച്ച് പറയുന്നു. അത് തിരിച്ചു പിടിച്ചു. പിന്നീട് ഈ മരം കൊണ്ടുവന്ന് ഈ വീട് പണിതതായിട്ടോ ഒന്നും പറയുന്നില്ല. ഞാൻ എന്നെ തന്നെ ആശ്വസിച്ചു. അത് അവർ പറഞ്ഞില്ലെങ്കിൽ പോലും അത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചിലത് ഭയങ്കര പ്രിസൈസ് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും ദൈവം അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് പറയട്ടെ, ചിലത് നിന്നെ കുറിച്ച് ഏറ്റവും ശക്തമായി പറഞ്ഞില്ലെങ്കിൽ പോലും ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വിശ്വസിക്കാറുണ്ടെങ്കിൽ വായിച്ചപ്പോൾ ഇതിനെ ഒരു ടൈറ്റിൽ പരിശുദ്ധി ആത്മാവ് തന്നെ എനിക്ക് എങ്ങനെയാണ്, ബ്രേക്കിംഗ് ഫ്രീ ഓഫ് സ്മോൾനെസ്, ബ്രേക്കിംഗ് ഫ്രീ ഓഫ് ലിമിറ്റേഷൻസ്. ഈ ഒരു ടൈറ്റിൽ പരിശുദ്ധി ആത്മാവ് എനിക്ക് നൽകി തന്നത്. നിങ്ങളുടെ ലിമിറ്റേഷനെ, പരിമിതികളെ പഠിച്ച് പുറത്തുക. നീ ആയിരിക്കുന്ന നൽകിയിരിക്കുന്ന ഒരു സ്മോൾ ബോക്സിൽ നിന്ന്, ലിമിറ്റേഷനിൽ നിന്ന്, ചരിവിൽ നിന്ന്, I'm talking about you. നീ പൊളിക്കുവാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞത് ദൈവം പൊളിക്കുന്ന കാര്യമല്ല, നീ പൊളിക്കുവാൻ പോവുകയാണ്.
പാസ്റ്റർ. ഹല്ലേലൂയ. അവർ വചനം കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ ഇത് സഭയ്ക്കകത്ത് സംഭവിച്ച കാര്യമാണ്. പാസ്റ്റർ പത്രോസ് യോഹന്നാനെ തൊട്ടപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ വചനം കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഉറങ്ങി വന്നു. അവരെ കയറി പിടിച്ചെന്ന് പറയുന്നത് അവരുടെ മേൽ ഉറങ്ങി വന്നു. ഇന്ന് പകലിൽ ആരുടെ ഈ വചനം ഇതിന്റെ അകത്ത് ദൈവമാകുന്നു. ഒരു അസാധാരണമായ ശക്തി വരും അത് വരും ദിവസങ്ങളിൽ ഇത് പൊട്ടിക്കിടക്കും. ഇത് പൊട്ടിക്കിടക്കും. ഞാനൊരു തുണിയ, ഞാനൊരു കാര്യ, ഞാനൊരു ഓർക്കാലേ പറഞ്ഞ, ഞാനൊരു കാര്യം എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ഈ വേർഡ് നിങ്ങൾ അങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയങ്ങൾ അത് പൊട്ടിക്കിടക്കും. അത് നിന്നിൽ, നിന്റെ കുടുംബത്തിൽ നീ പ്രതീക്ഷിക്കുന്ന വിജയത്തിൽ ഈ ഭാഷയിലുള്ള പ്രവചന ശബ്ദം നിങ്ങളുടെ ജീവിതത്തിലുള്ള സകല ലിമിറ്റേഷൻസിനെ പരിമിതികൾ പൊളിക്കുവാൻ സഭയുടെ മുൻപിലുള്ള ആ ലിമിറ്റേഷൻസിനെ, ആ പരിമിതികളെ സഭ ഒരുമിച്ച് പൊളിക്കുവാൻ ഈ സ്ഥലത്തൊക്കെ ഒന്ന് പ്രസംഗിക്കുമ്പോൾ എനിക്ക് ഭയങ്കര, എൻ്റെ നാട്ടിലൊക്കെ സുരേഷ് ബാബു പ്രസംഗിക്കുമ്പോൾ ഞാനൊക്കെ ഭയങ്കര ആവേശം പിടിച്ചു. പുള്ളിക്കൊക്കെ എത്ര വാക്യം വായിച്ചു കൊടുത്ത് കൺവെൻഷൻ കഴിക്കാൻ വേണ്ടത് അതൊക്കെ കണ്ട് കർത്താവ് അങ്ങനെ ഒരു അഭിഷേകം എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഈ മത്സര സ്ഥലങ്ങളിലൊക്കെ വന്ന് ദൈവമായിട്ടൊക്കെ നിൽക്കാൻ ഞാൻ വന്നപ്പോൾ തന്നെ ആലോചിച്ചിരുന്നു. പുള്ളിയുടെ ഭയങ്കര വളരെ പവർഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ വരുന്ന സംഭവമാണ്. പ്രൈസോ പുള്ളിയെ കാണുക എന്നൊക്കെ പറയുന്നത് എനിക്കെല്ലാം ഭയങ്കര സംഭവമായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലുള്ള വ്യക്തിയായതുകൊണ്ട് എത്ര വാല്യൂ ഉണ്ടെന്ന് അറിയത്തില്ല. പ്രൈസോ ഒരു പ്രവാചകൻ സ്വന്തം നാട്ടിൽ അങ്ങനെ അത്രയൊന്നും പോരല്ലോ. ഹല്ലേലൂയ. പുള്ളിയുടെ മേലുള്ള അഭിഷേകത്തിനായിരുന്നു. പുള്ളിയുടെ മേലുള്ള അഭിഷേകത്തിനായിരുന്നു. അപ്പോൾ ഈ സ്ഥലത്തൊക്കെ ഭയങ്കര അഭിഷേകമുണ്ട്. ഹല്ലേലൂയ. ഈ അഭിഷേകദാസനെ അങ്ങനെയുള്ള അഭിഷേകമുണ്ട്. അതിൻ്റെ ഒരു ഇൻവാറ്റേഷൻ എടുത്തിട്ട് ഞാൻ പോകത്തുള്ളൂ. പ്രൈസലോ അല്ലാതെ ഞാൻ പോകത്തില്ല. പ്രൈസലോ. ഹല്ലേലൂയ. ലാസിയാൽ ബ്രാസിയ റബശകത ലാസിയ. ഈ സ്റ്റോറി ഞാൻ വായിച്ചപ്പോൾ ഈ പ്രവാചക ശിഷ്യന്മാർ ആ ഒരു ഭാഗത്തോടൊക്കെ സംസാരിക്കുമ്പോഴാണ് പ്രവാചക ശിഷ്യന്മാർ ഏലീശയുടെ അടുക്കൽ കിടന്നു. ഞങ്ങൾ പാർക്കുന്ന സ്ഥലം too small for us. Too small. വളരെ ചെറിയ ആരെങ്കിലും ചെറിയ ഒരു ചെറിയ ബോക്സിൻ്റെ അകത്തിരിക്കുന്ന പോലെ ഒരു ചെറിയ
സാലറിനകത്തിരിക്കുന്നെങ്കിൽ, ഒരു ചെറിയ ഭവനത്തിൽ ഇരിക്കുന്നെങ്കിൽ, ഒരു ചെറിയ ബിസിനസ്സിൽ ഇരിക്കുന്നെങ്കിൽ, ഒരു ചെറിയ അഭിഷേകത്തിൽ ഇരിക്കുന്നെങ്കിൽ, നിന്നെ പരിശീലിക്കുവാനോ നിങ്ങളെ പറ്റിക്കുന്നതോ എനിക്ക് നിങ്ങളോട് ചേർന്ന് പറയാറുണ്ട്. No more you are in the too small situation. ചെറിയ സാഹചര്യത്തിൽ നീ ഇനിയില്ല. നിന്റെ മേൽ തുറക്കും 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 തുറക്കും. യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ തുറക്കട്ടെ തുറക്കട്ടെ. After the limitations, I reprove the spirit of limitations out. You are coming out. വലിയ ഒന്നാണ് നിനക്ക് വേണ്ടി ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയത് do not agree with the too small things. ചെറിയതുമായി നീ agree ചെയ്യരുത്. ചെറിയതുമായി നീ compromise ചെയ്യരുത്. Hallelujah. ചിലപ്പോൾ ചില ടൈമുകൾ നീ compromise ചെയ്താലെന്ന് നിനക്ക് തോന്നും. പക്ഷെ compromise ചെയ്യരുത്. വലിയതുണ്ട്. Fire. 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 അന്യഭാഷയുടെ ലിമിറ്റേഷൻസ് പുതിയ ഭാഷയുടെ ഫുൾ മാറി ദൂരങ്ങളുടെ ഭാഷ ഇതിലാണ് നോക്കുന്നത്. പുതിയ അഭിഷേകം പുതിയ വ്യക്തി
ആരൊക്കെയോ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നു. ജീവിതം മാറിയിരിക്കുന്നു. You are no more the same person. You are no more same place. നീ ആ പഴയ സ്ഥലത്തല്ല, പുതിയ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. ആത്മാവിന്റെ പുതിയ ഒരു അഭിഷേകം നിങ്ങളെ പകരപ്പെട്ടിരിക്കുന്നു. 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 വചനത്തിലൂടെ കേട്ട ഈ ദൂതിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു. സഭ ഒരുമിച്ചു സഭയുടെ മേലുള്ള ലിമിറ്റേഷനെ ഇന്ന് ഫലയിൽ സഭ ഒരുമിച്ച് സഭയുടെ മേലുള്ള അധികാരത്തിൽ നിന്നുകൊണ്ട് ലിമിറ്റേഷനെ യേശുവിന്റെ നാമത്തിൽ അഭിഷേകം ഈ ജനത്തിന്റെ പുതിയ അഭിഷേകത്തിന്റെ ചലനങ്ങളുണ്ടാകട്ടെ. പുതിയ ഡോറുകൾ ഓപ്പൺ ആകട്ടെ. പുതിയ ബിസിനസ്സുകൾ ഓപ്പൺ ആകട്ടെ. ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ സംഭവിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഓ ശരമ Oh Jesus. Oh Jesus. You are no more same person. നീ ഇനി ആ പഴയ വ്യക്തിയല്ല. നീ ഒരു പുതിയ വ്യക്തിയാണ്. നീ ഒരു പുതിയ വ്യക്തിയാണ്. നീ ഒരു പുതിയ വ്യക്തിയാണ്. നിങ്ങളൊരു പുതിയ വ്യക്തിയാണ്. ലിമിറ്റ് ചെയ്യുവാൻ കഴിയാത്ത കല്ലറയുടെ അകത്തു നിന്ന് തേജസ്കരിക്കപ്പെട്ടവനാൽ പുറത്തു വന്നപ്പോൾ അടച്ചിട്ട മുറി അവനെ ലിമിറ്റ് ചെയ്യില്ല. ആരും തുറക്കാതെ തന്നെ ആ മുറിക്കകത്തേക്ക് എന്തായി നസ്രായൻ അവനെ ലിമിറ്റ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം അവൻ തേജസ്കരിക്കപ്പെട്ടവനാണ്. അവന്റെ തേജസ് കവർ ചെയ്തിരിക്കുകയാണ്. അവൻ തേജസ്സിന്റെ അകത്താണ്. ഇന്ന് പകലിൽ ആ തേജസ് നിന്റെ മേൽ ദൈവം വെച്ചിരിക്കുന്നു. ഇനി നിന്നെ ലിമിറ്റ് ചെയ്യാൻ ഒന്നിനും കഴിയത്തില്ല. പിശാചിനെ കഴിയത്തില്ല. You are unlimited. You are unlimited. You are unlimited. പരിമിതികളില്ലാത്ത ഒരു അഭിഷേകത്തിലേക്ക് ദൈവം സഭയെ എത്തിച്ചിരിക്കുന്നു. ആത്മാവിനോട് പറയുന്ന ഭാഷ പരിമിതികൾ സഭയുടെ മുന്നിൽ പൊട്ടും.
നാളുകളായി നിങ്ങളെ തുറിച്ചു നോക്കിയ ചില പരിമിതികൾ അത് പരിശുദ്ധിയാക്കുമ്പോൾ പൊട്ടിച്ച് സഭ അതിന്റെ പുറത്തേക്ക് വരുവാൻ പോവുകയാണ്. സഭ പുറത്തേക്ക് വരുവാൻ പോവുകയാണ്. സഭ പുറത്തേക്ക് വരുവാൻ പോവുകയാണ്. സഭയുടെ മേൽ അങ്ങനെ ഒരു ബാങ്കൽ ഞാൻ കാണുന്നു. അങ്ങനെ ഒരു ഷോ കവറിങ് ഞാൻ കാണുന്നു. സഭ പറയുന്നത് പട്ടണത്തിൽ സംഭവിക്കുന്നത്, അഭിഷേകം പറയുന്നത് പട്ടണത്തിൽ സംഭവിക്കുന്നത് ഞാൻ കാണുന്നു. നിങ്ങളിൽ ഞാൻ പഴയ വ്യക്തിയല്ല കേട്ടോ. നിങ്ങൾ സമ്മതിച്ചു കൊടുക്കരുത്, നിങ്ങൾ എക്രി ചെയ്യരുത്. നിങ്ങൾ അഡ്മിഷൻ നിങ്ങൾക്ക് വേണ്ട യൂണിവേഴ്സിറ്റി ഓപ്പൺ ആകുവാൻ നിങ്ങൾ അതിനെ വിശ്വാസത്താൽ പ്രാപിക്കണം. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ആ സീറ്റിനെ നിങ്ങൾ ഷുവർ ചെയ്യണം. സ്പിരിറ്റിൽ ഹല്ലേലൂയ. നിങ്ങളുടെ ബിസിനസ്സിനെ റീഓപ്പൺ ചെയ്യുവാൻ കർത്താവിന് കഴിയും. നിങ്ങൾ പരിമിതിയിൽ നിൽക്കരുത്. നിങ്ങൾ ആ സങ്കുചമായ മനോഭാവത്തിൽ നിൽക്കരുത്. നിങ്ങൾ അടുത്ത ലെവലിലേക്ക് ഓൾറെഡി you are entered into the next level of Holy Ghost. Hallelujah. അടുത്ത ലെവലിലേക്ക് നിങ്ങൾ തിരിഞ്ഞു. ഒരു സ്പിരിച്വൽ പ്രൊട്ടക്ഷന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു സ്പിരിച്വൽ കവറിംഗ്. I am very sure നിങ്ങൾ ഓൾറെഡി അടുത്ത ലെവലിലേക്ക് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ മേൽ ഒരു സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ വേണം. നിങ്ങൾ ഭയപ്പെടരുത്. എന്ത് സംഭവിച്ചാൽ സഭ ഭയപ്പെടരുത്. അടുത്ത ലെവൽ ഓപ്പൺ ആകുന്നു. സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ. ആ പ്രവാചകനോട് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ നിന്ന് ഞങ്ങളെ സൂക്ഷിക്കും. ഇനി അഭിഷേകന്റെ പ്രൊട്ടക്ഷന്റെ കീഴിൽ നിൽക്കുന്ന എല്ലാ സഭാചനത്തിന് വ്യക്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകലിൽ നിങ്ങൾ അടുത്ത ലെവലിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു ഭയങ്കര പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മേൽ ഓപ്പൺ ആകും. നിങ്ങൾ അൺലിമിറ്റഡ് ആണ്. നിങ്ങൾ ഭയങ്കരമായ റിച്ച്നെസ്സിലേക്ക് കയറുവാൻ പോവുകയാണ്. നിങ്ങളുടെ വീടുകൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. റീബിൽഡ് ചെയ്യാൻ പോവുകയാണ്. പുതിയത് നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകും. നിങ്ങളുടെ മേൽ അഭിഷേകം ചലിക്കുവാൻ പോകും. ഞാൻ കഥാപ്രദാസത്തോട് കൂടെ ചേർന്ന് ഈ പ്രാർത്ഥന നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. അഭിഷേകം അനുഭവിക്കാത്ത ഒരു ആത്മീക കവറിനകത്തേക്ക് ഞങ്ങളുടെ കർത്താവിനെ ഒരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക്, ഒരു ശത്രുവിനെ നിങ്ങളെ തൊടുവാൻ കഴിയാത്ത ഒരനർത്ഥങ്ങൾക്ക് നിന്നെ സ്പർശിക്കാൻ കഴിയാത്ത നിലപാടിൽ ചിലരെണ്ണം അറിയപ്പെടുന്നത് പോലെ ഞാൻ കാണുകയാണ്. ആ കവറിങ്ങിനകത്ത് കയറി ഒതുങ്ങുന്ന ചിലർ, ആ കവറിങ്ങിനകത്ത് ഒതുങ്ങുന്ന ചിലർ അത്യുന്നതന്റെ മറവിൽ മറയുന്നത് പോലെ ഒരു അഭിഷേകത്തിന്റെ കവറിങ്ങിൽ മറയുന്ന ചിലതിനെ പരിശുദ്ധാത്മാവിനകത്തുന്ന നിന്നോട് ഒരു ദൂത് പറയാനുള്ള ഒരു ബാധ ഇതിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. ഒരു ബാധ ഇതിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ലല്ലോ. നീ അറിയാത്ത ഒരു കവറിങ് നിന്റെ മേൽ വെളിപ്പെടുന്നു. അസാധാരണകരമായ ആത്മീക വലയത്തിനകത്ത് വിശ്വസിക്കുന്നവരുടെ കരങ്ങളെ ചേർത്തടിച്ച് ഒരു മൂടി നിന്റെ മേൽ വീഴുകയാണ്. മാറിപ്പോകാത്തൊരു സുരക്ഷിത കവറെ ഈ കവറിംഗ് നിന്റെ മേലുള്ളിടത്തോളം കാലം
നഷ്ടപ്പെട്ട ചിലരെ തേടി പിടിക്കുന്ന അരപ്പത്തുമായ ചിലർ നിന്റെ മുമ്പിൽ പൊങ്ങി വരുന്ന സാധാരണമായി മാറുന്നു. സാധാരണമായ സൗകര്യമായ ഭാഗത്തുള്ള ശുദ്ധമായ ആത്മമഹത്വം നിങ്ങളുടെ ശരീരം ഒരു പുതപ്പുകൊണ്ട് പരിശുദ്ധാത്മാവിനെ മൂടുകയാണ്. ഒരു പുതപ്പുകൊണ്ട് ദൈവാത്മാവിനെ മൂടുകയാണ്. ആ വേലി പൊളിച്ചതിന്റെ പിശാചിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വേലി പൊളിച്ച ശത്രുവിനെ തൊടാൻ പറ്റത്തില്ല. നീ കവറിനകത്തുനിന്ന് അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. നീ കവറിനകത്തുനിന്ന് പട്ടണത്തിൽ അതിശയമാവാൻ പോവുകയാണ്. നീ കവറിൽ നിന്നുകൊണ്ട് ബഹുദൂരങ്ങൾ സഞ്ചരിക്കാൻ പോവുകയാണ്. നീ ബഹുദൂരത്തിൽ ഈ കവറിനകത്തു നിന്ന് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ചിലത് നീ കയറി പിടിച്ച് കരത്തിൽ എടുക്കാൻ പോവുകയാണ്. നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ചിലർ നിങ്ങൾക്ക് മടങ്ങി വരുന്ന ഇപ്പോൾ ചിലരുടെ സാധാരണമായ ഒരു അഭിഷേകത്തിന്റെ ശക്തി ആർക്ക് തടുക്കുവാൻ കഴിയാത്ത ക്ഷയം രാജ്യങ്ങളുടെ വാതിലാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. സംഭവങ്ങൾ പറയുന്നു. നീ ഇനി അറിയപ്പെടാൻ പോകുന്ന ഒരു ശക്തമായ പ്രവചനം രാജ്യങ്ങൾ നിന്നിലേക്ക് തിരിയാൻ പോവുകയാണ്. നിന്റെ പ്രവചന ശബ്ദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ചിലതുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിനെ വിളിക്കണം. ഒരു സ്ഥലത്ത് ഒതുങ്ങുവാൻ നീ ആഗ്രഹിച്ചാലും നിന്നെ ഒരു സ്ഥലത്ത് ഒതുക്കത്തില്ല. നിന്റെ വിളിയിൽ ഞാൻ ഒരു സ്ഥലം ഒതുക്കാനല്ല ഉദ്ദേശിക്കുന്നത്. അടിസ്ഥാനങ്ങളിൽ നിന്നെ ഞാൻ സഞ്ചരിക്കുമാറാണ്. നീ ചെന്നിട്ടില്ലാത്ത രാജ്യങ്ങളിലേക്ക് കർത്താവ് നിന്നെ കൊണ്ടുപോകുമെന്ന് ആത്മാവിനെ വിടുന്നു. ഈ 2025 കഴിയുന്നതോടുകൂടെ 25-ലും 24-ലും ആയിരുന്ന ഒരു വ്യക്തിയാണോ ഞാൻ എന്ന് താങ്കൾ അത്ഭുതപ്പെടുന്ന നിലവാരത്തിൽ
ദൈവത്തിന്റെ ആത്മാവ് വേഗത്തിൽ ചിലത് താങ്കളുടെ ജീവിതത്തിനകത്ത് ശുശ്രൂഷക്കകത്ത് ചെയ്യാൻ പോകുന്നു എന്ന് ദൈവാത്മാവ് വിശദമായി ഇടപെടുന്നു. വൈകിപ്പോയെന്ന് താങ്കൾ പറഞ്ഞ സ്ഥാനത്ത് വേഗത്തിൽ ചിലത് സംഭവിക്കും എന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഞാൻ ചില ദിവസങ്ങൾക്ക് മുമ്പ്, ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ മാറി സാമച്ചൻ എന്ന് പറയുന്ന ദേവദാസന്റെ പ്രയർ ടവറിൽ പ്രാർത്ഥിക്കുന്ന സമയം, പ്രാർത്ഥനാ ഗോപുരത്തിൽ പ്രാർത്ഥിക്കുന്ന സമയം പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ച ചില കാഴ്ചകൾ. അന്ന് രാത്രി ആ പ്രയർ ടവർ 5 റൂമാണ്, അറിയാമായിരുന്നു. അതിനകത്ത് തന്നെ ഞാൻ കിടന്നുറങ്ങി. അന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്ന സമയം ഹോളി സ്പിരിറ്റിന്റെ ആ പ്രാർത്ഥന പ്രയർ ടവറിനകത്തേക്ക് ഇറങ്ങി. അന്ന് ഞാൻ കണ്ട ചില കാഴ്ചകൾ. ഫസ്റ്റിൽ കണ്ടു തുടങ്ങുന്നത് ജലത്തിൽ പുഴയിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന മാനിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഞാൻ മാനിനെ നോക്കി പ്രവചിച്ചു. വെള്ളം കുടിച്ചു കൊണ്ടിരുന്ന മാനുകൾ എൻ്റെ പ്രവചന ശബ്ദം കേൾക്കാം വെള്ളത്തിൽ നിന്ന് തല ഉയർത്തി എന്നെ തിരിഞ്ഞു നോക്കി. അടുത്ത് കാണുന്നത് ഗ്രാമം പോലത്തെ വൃക്ഷമാണ്. ഞാൻ വൃക്ഷങ്ങളോട് പ്രവചിച്ചു. ഇലകൾ പ്രവചനം കേൾക്കാൻ വേണ്ടി ചെവി കൊടുക്കുന്നത് ഞാൻ വ്യക്തമായി മനസ്സിലാക്കി. അവിടെ നിന്ന് പ്രകൃതി മുഴുവനും കാണിച്ചു. പ്രകൃതിയിൽ ഉൾവനാന്തരത്തിൽ കിടക്കുന്ന മനുഷ്യൻ, മലയാളം മാത്രമേ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ പ്രവചിക്കുമ്പോൾ ഉൾവനാന്തരത്തിനകത്തുള്ള ആദിവാസികളോടുള്ള, അല്ലെങ്കിൽ മനുഷ്യരാണോ എന്ന് പറയുന്നവർ എൻ്റെ പ്രവചനം കേൾക്കാൻ എന്നിലേക്ക് ചെല്ലുന്നു. നാട്ടിലെ മനുഷ്യനോട് പ്രവചിക്കുന്നു. നാട്ടിലെ മനുഷ്യൻ എൻ്റെ പ്രവചന ശബ്ദത്തിന് വേണ്ടി ചെല്ലിയിരിക്കുന്നു. അടുത്ത് പിന്നെ കാണുന്നത് ഞാൻ കിഡ്നിയോട് പ്രവചിക്കുന്നു. കിഡ്നി എൻ്റെ ശബ്ദം കേൾക്കുന്നു. ബ്രെയിനിനോട് പ്രവചിക്കുന്നു. ചത്ത ബ്രെയിനുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അടിച്ചുപോയ കണ്ണുകളോട് പ്രവചിക്കുന്നു. കണ്ണുകൾ എൻ്റെ പ്രവചന ശബ്ദം കേൾക്കുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവ്. അന്ന് ഞാനിതൊരിക്കൽ അവിടുത്തെ യാത്രകൾ കഴിഞ്ഞ് വന്ന ഈ സൺഡേയിൽ എൻ്റെ അനുഭവം പറഞ്ഞു നിർത്തിയത്. ഈ സൺഡേയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ പ്രവചിക്കുമ്പോൾ പ്രകൃതി നിന്റെ ശബ്ദം കേൾക്കും. നീ പ്രവചിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ ബ്രെയിനുകൾ നിന്റെ ശബ്ദം കേൾക്കും. നീ പ്രവചിക്കുമ്പോൾ അവൻ ഹാർട്ട് നിന്റെ ശബ്ദം കേൾക്കും. നിന്റെ പ്രവചനത്തിന് വേണ്ടി പ്രകൃതി മാനുഷിക ശരീരങ്ങൾ ഒഴുകി നിൽക്കുന്നു. നീ പ്രവചിച്ചാൽ ഇന്ന് വരെ ചില പ്രവചിച്ചിട്ട് നടക്കാത്ത അസാധാരണമായ ദൈവപ്രവർത്തികൾ നടക്കുമെന്ന് ആത്മാവി പകൽ ദൈവാത്മാവിനോട് പ്രവചിക്കാൻ പറയുകയാണ്. വിശ്വസിക്കുന്ന ദൈവസഭ ഒരുമിച്ച് കരങ്ങൾ അടിച്ച് Praise the Lord. Hallelujah. Hallelujah. Hallelujah.